ഹായ് ഹലോ ഗ്രീൻ ടി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ഉച്ചവരെ ഉണ്ടായുള്ളൂ വർക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് 2 ദിവസമായി നമ്മൾ വീഡിയോ എടുത്തിട്ടാ. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കോഴിൽ എടുത്തിട്ട് 9 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. താറാവ് കൂടിൻ്റെ ഡോറിൻ്റെ അവിടെ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ വന്ന് നിൽക്കും. എന്തിനാ വെച്ചാൽ ഉച്ച സമയമായിട്ടുണ്ട്, ചോറ് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. പക്ഷേ ചോറ് നമ്മുടെ കയ്യിൽ ഇല്ല കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കാരണം നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം വൈകിട്ട് ഇട്ട് കൊടുക്കുള്ളൂ തീറ്റ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വാഴയുടെ ഇലയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ മറ്റേ ഇരുമ്പമ്പുള്ളിയുടെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി ഉച്ചയ്ക്ക്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അവർക്ക് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കഴിച്ചോളും. ഇപ്പോൾ ഗോതമ്പ് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് കൊടുക്കുന്നത് എല്ലാവർക്കും കിട്ടാൻ പാകത്തിന് നമ്മൾ ചെയ്യുന്നത് കേട്ടത്. പിന്നെ അതുപോലെ കൂട്ടിലെ കോഴികൾക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് താറാവിനൊക്കെ കിട്ടിയോളും. ഗോതമ്പ് നന്നായിട്ട് കഴിക്കാൻ ഇവർക്ക് പറ്റും കേട്ടോ. വെള്ളം ഇല്ലെങ്കിലും നന്നായിട്ട് തന്നെ ഇവർക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇത്തിരി ഇട്ട് കൊടുത്താലും താറാവുകൾ നന്നായിട്ട് പടയ്ക്കും. കോഴികൾക്ക് അധികം കിട്ടില്ല എന്നുള്ളൂ എന്തിട്ട് കൊടുത്താലും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കോഴികൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവർക്കാണെങ്കിലും ഗോതമ്പ് ഉച്ചയ്ക്കൊരു തീറ്റ അങ്ങനെ വിചാരിച്ച് കൊടുക്കണതാണ്. നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ഗോതമ്പൊന്നും ഇട്ട് കൊടുക്കാറില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഗോതമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അരിയും അതുപോലെ ചോറിനാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ് ഉച്ചയ്ക്ക്. വേറെ ഒന്നും കൊടുക്കാറില്ല. പിന്നെ ഇത് കൂടാണ്ട് മാപ്രാണം ബണ്ടുമിക്ക് പോകണം. അവിടേക്ക് പോകേണ്ട കാര്യമുണ്ട്. ഒരു പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, താമരയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്കൊരു ദിവസം പോകണം അങ്ങോട്ട്. അപ്പോൾ അതും കൂടി പോയി നോക്കണം. പിന്നെ അതുപോലെ തന്നെ അതേ നമ്മുടെ കോഴി മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഫ്ലൈൻ ഡക്കിൻ്റെ മുട്ടയും താറാവിൻ്റെ മുട്ട നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്നല്ല, 2-3 വെച്ചിട്ടുണ്ട്. കിട്ടുമെന്നറിയില്ല, ഒരാഴ്ച കഴിഞ്ഞതാണ്. എന്നാലും അത് വെച്ചിട്ടുണ്ട്. വരികയാണെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കാണിച്ചു തരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴികളെ കയ്യിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് നമ്മൾ ഗ്രോ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ചെടിയല്ല, നമ്മുടെ പച്ചക്കറി വിത്തുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അല്ല, ഈ കോഴികളാണ് ഫുള്ളും ഇതിൽ കിടക്കുന്ന കോഴികളുണ്ട്. അപ്പോൾ അവരാണ് അങ്ങോട്ട് വലയുടെ അപ്പുറത്തേക്ക് ചാടിയിട്ട് അതൊക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ബാക്കിയുള്ള കോഴികളെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ പോലെ തന്നെ ചെയ്യണ്ട, വലിയ വാർത്ത വന്നിട്ട് തിന്നാൻ നോക്കുന്നുണ്ട്. ഗോതമ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ ഫുള്ളും തിന്നണ കാരണം പകുതിയോളം കോഴികളെ ഞാൻ അതിൻ്റെ ഉള്ളിലാക്കി. ബാക്കി ഒരു 3 കോഴിയുണ്ട്, 2 ചാത്തൊരു പടയുണ്ട്. അവരെ മാത്രം ഈ താറാവുകളുടെ കൂടി ഇട്ടാണ്. പിന്നെ ടർക്കി ഉണ്ട്, അവരുടെ ഉള്ളൂ. അതിൻ്റെ നമുക്ക് വാങ്ങിക്കണം. പിന്നെ അതുപോലെ തന്നെ ടാങ്കിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിന് മുന്നേ നമ്മൾ വൈറ്റ് സിമെൻറ്റിൽ പശ ചേർത്തിട്ട് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ലീക്ക് പ്രൂഫ് അടിക്കണം കേട്ടോ. അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് കോൺക്രീറ്റ് ചെയ്യാനായിട്ട്. ഇവർക്കൊക്കെ കാലത്തൊക്കെ തീറ്റ കൊടുത്ത് കഴിഞ്ഞതാണ്. ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു തീറ്റ പോലെ കൊടുത്തതാണ്. ഇനി നമുക്ക് മാപ്രാണത്തേക്ക് പോകണം. എന്നിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവർക്ക് ടാറ്റയും പറഞ്ഞ് നമ്മൾ പോകാം കേട്ടോ. അപ്പോൾ ദേ ബണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ചൂണ്ടക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. കനാലിൽ വെള്ളം വന്നപ്പോൾ നിറച്ച് വെള്ളമായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളിടത്തൊന്നും താമരകളായിട്ടില്ല കേട്ടോ. താമരകൾ കുറവാണ്. വെള്ളം കൂടിയപ്പോൾ ബാക്കിയുള്ള താമരയൊക്കെ താഴ്ന്നു പോയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു അടിപൊളി താമര തൈ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് പറിക്കാൻ പറ്റില്ല, ഇത്തിരി നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ എത്രത്തോളം താഴ്ചയുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കാരണം മുകളിൽ നിന്നുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ പുല്ല് നിൽക്കുന്നത്. അത് നമുക്ക് പറിക്കണം. ഈ വഴി അപ്രാണം പൂത്തന്തോട്ടിക്ക് കിടക്കുന്ന വഴിയാണിട്ടത്. ഇത് 2 വഴിയും കൂടി ഈ പുല്ലും കൂടി നമുക്ക് പറിക്കണം. ഈ പുല്ലുമ്മ പട്ടിവാല് പോലത്തെ ഒരു ചെടി ഉണ്ടാവും. പട്ടിവാൽ എന്ന് വെച്ചാൽ വെള്ളപ്പൂട പോലത്തെ ഒരു ചെടി ഉണ്ടാവും. അത് നമുക്ക് വീട്ടിൽ കൊണ്ട് നടണം. അതും കൂടി ചെയ്യാനുണ്ട്. അത് നല്ല കാടിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ ഇത് അടിപൊളി കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. ഇപ്പം നല്ല വെയിലുണ്ട്, ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ചൂണ്ടാൻ വരാറുള്ളതാണ്. ചൂണ്ടാണ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. നമുക്കത് കണ്ടൻറ്റ് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടാം. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പരിപാടി ഉണ്ട്. എൻ്റെ ചൂണ്ട സ്ഥലമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിച്ചിട്ട് നമുക്ക് പതിയെ ചൂണ്ടലിൻ്റെ പരിപാടിക്കും പോകണം. അപ്പോൾ അതേ നാറ്റത്തൊക്കെ നിൽക്കുന്നുണ്ട് പുല്ല്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ പുല്ലുകളുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ മുള പോലത്തെ. കണ്ടു കഴിഞ്ഞാൽ തനി മുള തന്നെയാണ്, പക്ഷേ മുളയല്ലേ സംഭവം. മറ്റേ നമ്മുടെ ചൂരൽ പോലത്തെ വടിയാണ്. അപ്പോൾ ഇത് ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അറ്റത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഒരു മണ്ണൊലിപ്പ് തടയാനായിട്ട് നിൽക്കണ ഒരു പുല്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത്. നമ്മൾ പതിയെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് നമുക്ക് കൊണ്ടുപോകണല്ലോ, 2-3 പീസ് കൊണ്ടുപോകണല്ലോ. ഇത് 1-2 കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടമാനം ഉണ്ടാവും. പിന്നെ കാടിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ ഫാമിലി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര ബോറാണ്. എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തികേട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇത് ശരിക്കും മുളങ്കാട് പോലെയാണ്. ഇത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പമുള്ളതൊക്കെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കിളികൾ കൂട് കൂട്ടും. അപ്പോൾ അത് നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഉണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ കവറുള്ള കൂമ്പാരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് പതിയെ വീട്ടിൽ പോകാം, എന്നിട്ട് ഇത് കുഴിച്ചിടാം. കുഴിച്ചിടുന്ന വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. നമുക്ക് കുഴിച്ചിട്ടതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. താമരയുടെ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ താമര അവിടെ ഇല്ലയെന്ന് വെച്ചാൽ വെള്ളം കൂടിയ കാരണം കൊണ്ട് താമരക്ക് അടിയിൽ പോയിക്കണം. ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. അത് കാരണം നമ്മൾ ഇത് മാത്രം നമുക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. പിന്നെ കോഴിക്കടയിൽ പോയി എന്ന് വെച്ചാൽ തീറ്റ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം വന്നിട്ട് നട്ടു. ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ അലക്കലിൻ്റെ അവിടെ കുഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും വെള്ളം കിട്ടുള്ളൂ ഇവിടെ. സ്ട്രോബെറി തൈ ഇവിടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ പൊട്ടിച്ച് കഴിച്ചു. മധുരം കുറവായിരുന്നു, ഭയങ്കര പുളിയായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ തീറ്റപ്പുല്ല് നട്ടിട്ടുണ്ട് കേട്ടോ. റെഡ് തീറ്റപ്പുല്ലാണിത്. ഇത് നമ്മൾ വരുന്ന വഴിക്ക് പറിച്ചിട്ട് നട്ടിട്ടുണ്ട്. ഇനി പച്ചയും വേണം. അതായത് ഇതൊക്കെ കോഴികൾക്ക് ഭയങ്കര താല്പര്യമുള്ള കേസ് കേട്ടോ. ഈ പുല്ലൊക്കെ ഇതൊക്കെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി കാടിൻ്റെ അന്തരീക്ഷം കിട്ടും. പിന്നെ ഉച്ചയ്ക്കൊക്കെ പറ്റും തിന്നാൻ പറ്റും. ഈ ചെടി കണ്ട, ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിൽ നിൽക്കണ്ട കേട്ടോ. ഈ ചെടി നമുക്ക് പറിച്ചിട്ട് ചെടിച്ചട്ടികളിൽ നടണം കേട്ടോ. ഇത് കണ്ടമാനം കട്ട കുത്തി ഉണ്ടാവും. അപ്പോൾ അത് ഇത്തിരി തണൽ കിട്ടുന്ന എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത് നമുക്ക് ഫാമിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നത്. ഇപ്പോൾ കണ്ട നല്ല ചൂടാണ്. ആ മരങ്ങളൊക്കെ വലുതായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നടാനായിട്ട്. അപ്പോൾ ഇത്തിരി തണൽ കിട്ടും. അതാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങൾക്കൊരു കൂട്ടാൻ ചേരട്ടതേ, എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ മാത്രമാണ് ഇത്തിരി തണലുള്ളത്. ഇത് കണ്ട, ഈ മാവിൻ്റെ തണലിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പോൾ ഒരു 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഇവർക്ക് തണൽ ഇവിടെ കിട്ടുള്ളൂ. അതുവരെ ഇവർക്ക് തണൽ നിറ സാധനം ഇവിടെ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ എത്ര നട്ടാലും ഇതാണ് അവസ്ഥ. അതേ കണ്ട, അവൻ്റെ പരിപാടി നോക്കിയേ, നമുക്ക് നോക്കട്ടോ. അവിടെ ഞാൻ ഇരുമ്പുളിയുടെ തൈ വെച്ചിട്ടുണ്ട്. അത് വേറെ കൊത്തി തിന്നാണ്. അപ്പോൾ അതാണ് അവസ്ഥ. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെടി വെച്ചാലും ഇവരത് തിന്നും. അത് ഇവർക്ക് തണൽ കിട്ടാൻ വേണ്ടി വയ്ക്കണമെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് ഇപ്പം എൻ്റെ സംഭവം ഉണ്ടായി. അവൾ പെങ്കി ഈച്ചനെ കടിച്ചതാണ്. ഈച്ചനെ കടിച്ചപ്പോൾ ഇവരെല്ലാവരും അവിടെ നിന്നിട്ട് ഓടി. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തിനും കണക്ക് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഓടും. അപ്പോൾ ഇവരെ ഉറക്കം പോയിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ. അപ്പോൾ ഇവർക്ക് നമുക്ക് ഇരുമ്പുളിയുടെ എല്ലാം ഇട്ട് നോക്കട്ടോ. ഇടുമ്പോൾ അവൻ അവിടെ നിന്ന് ഓടി വരണം, കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരേണ്ട. നല്ല കൊത്തലവൻ ഇരുമ്പുളിയുടെ ഇല അത് ഉണ്ടായി വരണുള്ളൂ. അപ്പോൾ അതാണ് അവസ്ഥ. അത് ചാടണണ്ട ഇട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിക്കുവൻ. അത് കാരണം ഞാൻ കൂട്ടിലിടാത്തത്. ഇവിടെ എന്ന് വെച്ചാൽ പുറത്ത് കിടക്കുന്ന തീറ്റ ഇവർ തിന്നോളും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അത് പുറത്തിറങ്ങുന്ന തീറ്റ ഒഴിവാകാണ്ടിരിക്കുക ഇവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2-3 കോഴികൾ അയച്ചിട്ടേക്കണം കേട്ടോ. അതും കുഴപ്പമില്ലാത്ത കോഴികളാണ് നമ്മൾ അയച്ചിട്ടേക്കണത്. അപ്പോൾ ഒരു വീണ്ടും റെസ്റ്റിലിരിക്കുകയാണ്. ഇരുമ്പുളിയുടെ ഇല പൊട്ടിക്കാം കേട്ടോ, എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിന് തണ്ടോട് കൂടിയിട്ട് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് അവിടെ നിന്ന് ഓടി വരട്ടെ അവൻ. അവൻ്റെ വെപ്രാളം നോക്കിക്കോളൂ. ഇത് വരണണ്ട, പെട്ടച്ച് വരണവൻ. ഇത് വെറുതെ ഷോയാണ് കേട്ടോ. അത് കഴിക്കുന്നില്ല. ബാക്കി താറാവുകളൊക്കെ അടിച്ചോളും. ഒരു ചെറിയൊരു പീസും കൂടി ഞാൻ ഒടിച്ചിട്ടുണ്ട്. ഇതും കൂടി കൊടുക്കണം. അപ്പോൾ ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ വലുതായിട്ട് നമ്മൾ ചെടിച്ചട്ടിക്ക് മാറ്റണം. നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ കോഴി വളർത്തുന്നവരൊക്കെ എങ്ങനെ ഉച്ചയ്ക്ക് തീറ്റ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പച്ചിലകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് ഒരു തണവിനായിട്ട് കിട്ടും. ഇതിൽ വലിയ പ്രയോജനമില്ല. തണവ് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വാഴയിൽ തന്നെ നമ്മൾ ഇല വെട്ടിയിട്ട് അവർക്ക് തിന്നായിട്ട് കൊടുക്കണത്. ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷമുള്ള ഇലയാണ് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉണങ്ങി തവിട് പിടിയായിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അതേപോലെ തന്നെ ഈ കൂട് പുറത്തിരുന്നിരുന്നത് ഇത് മഴയത്തും വെയിലത്തൊക്കെ ഇരിക്കണം ഈ കൂട്. അത് നമ്മൾ ചുമരുവയ്ക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിക്ക് നമുക്കൊരു 4 കിളീനെ വാങ്ങിക്കണം. ഇനി വർക്കിന് കിട്ടണം, പൈസ കിട്ടിയിട്ടാണ് സെറ്റാണെങ്കിൽ. എന്നിട്ട് ഇതിക്ക് 4 കിളീനെ വാങ്ങിയിടണം. കിളീനെ വാങ്ങിക്കുന്ന വീഡിയോ എല്ലാവരും ഉണ്ട്. അതുപോലെ നമുക്കൊരു വീഡിയോ ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോ വല്ലാണ്ട് ലെങ്തായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ യൂട്യൂബുകാരെ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരെ ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.